വാക്കുകൾ. എന്തായാലും അതിനെ കണ്ണടക്കുകയാണോ അല്ലെങ്കിൽ അതിനെ ഗൗരവമായി ഇപ്പോൾ സർക്കാർ കാണുന്നില്ലയോ എന്നത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നിരിക്കുന്നു. പ്രമുഖ കൂപ്പ് വ്യാപാരി നെൽസൺ അദ്ദേഹത്തിന്റെ നെല്ലിയാമ്പതിയിലെ ക്വാർട്ടേഴ്സിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൂർത്തി, സംഭവ സ്ഥലത്ത് നിന്ന് മരിച്ച നെൽസന്റെ മൊബൈൽ അല്ലാതെ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടോ? നോ സർ. ജസ്റ്റ് ലുക്ക് അറൗണ്ട്. ഓക്കെ സർ. നെൽസന്റെ മൊബൈലിൽ നിന്ന് പോയ എല്ലാ കോൾ ഡീറ്റെയിൽസും ഉടൻ തന്നെ കിട്ടും. സർ, സീ ദിസ്. കണ്ടിട്ട് ഇതെന്തോ ഒരു സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. സർ, നെൽസന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നെൽസൺ കൊല്ലപ്പെട്ടത് ശ്വാസം മുട്ടിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയൊരു പാടുമുണ്ട്. കൂടാതെ നെൽസന്റെ കൈവിരലിൽ ഒരു രക്തക്കറയുണ്ട്. ഇത് മൽപ്പിടുത്തത്തിനിടയിൽ സംഭവിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഇതുകൂടാതെ സംഭവ സ്ഥലത്തു നിന്നും ഒരു മോതിരത്തിന്റെയോ മാലയുടെയോ എന്ന് കരുതപ്പെടുന്ന ഒരു സ്റ്റോണും നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ് മൂർത്തി, എക്സാക്ട്ലി ഇറ്റ് ഈസ് എ ക്ലിയർ എവിഡൻസ് ദാറ്റ് ദ പേഴ്സൺ വാസ് മർഡേഡ്. പക്ഷേ എന്തിനു വേണ്ടി? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിസ്റ്റർ മൂർത്തി പറഞ്ഞതുപോലെ ഈ രക്തക്കറ നമ്മൾ അന്വേഷിക്കുന്ന കൊലപാതകയുടെ തന്നെ ആയിരിക്കാം. അതുപോലെ അവിടെ നിന്ന് വീണ് കിട്ടിയ ബെർത്ത് സ്റ്റോൺ കൊലപാതകയുടെ കയ്യിൽ നിന്ന് പോയതായിരിക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ തെളിവില്ല. എനിവേ, വി ഹാവ് ടു സെർച്ച് ഹിം ആൻഡ് ട്രാപ്പ് ഹിം ഇമ്മീഡിയറ്റ്ലി. സർ, കൊല്ലപ്പെട്ട നെൽസന്റെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ലാസ്റ്റ് കോൾ പോയിരിക്കുന്നത് വൺ മിസ്റ്റർ പോളിനാണ്. അത് നെൽസന്റെ ബിസിനസ് പാർട്ട്ണറാണ്. സർ, നമുക്ക് ഈ പോളിനെ സംശയിച്ചൂടെ? നെൽസന്റെ ബിസിനസ് എല്ലാം കൈപ്പിടിയിലാക്കാൻ വേണ്ടി പോൾ ആസൂത്രണം ചെയ്തൊരു കൊലപാതകമായിക്കൂടെ ഇത്? എന്താ, ശരിയല്ലേ സർ? എല്ലാവർക്കും ഉള്ള ഒരു സംശയം. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ മിസ്റ്റർ മൂർത്തി. എനിവേ, നമുക്കത് ആ പോളിനെ ഒന്ന് കാണാം. സർ, മിസ്റ്റർ പോൾ കാണാൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? വരാൻ പറയും. ഹായ് മിസ്റ്റർ പോൾ. ഹായ്. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. മരിച്ച നെൽസൺ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നല്ലേ? അതെ സർ. നെൽസന്റെ മരണത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ വലിയ സംശയങ്ങളൊന്നുമില്ല സർ. നെൽസന് പറയത്തക്കതായി ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്? ബിസിനസ്സിൽ പൊതുവായ ശത്രുക്കൾ ഉണ്ടാകാമല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. മരിച്ച നെൽസന്റെ ഫോണിൽ നിന്നും അവസാനമായി കോൾ പോയിരിക്കുന്നത് നിങ്ങളുടെ ഫോണിലേക്കാണോ? എന്ത് കാര്യത്തിനാണ് നെൽസൺ നിങ്ങളെ വിളിച്ചത്? കൂപ്പിലെ തടിലേലത്തിന് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസയുടെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അന്ന് നെൽസൺ വിളിച്ചത്. അന്ന് ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? അന്ന് ഇതാര്? നെൽസണോ? എടാ പോളെ, കൂപ്പിലേലെ നമുക്ക് ഈ പ്രാവശ്യം പിടിക്കണം. 70 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ബിഡ് ചെയ്തിരിക്കുന്നത്. ഒരു 10 ലക്ഷത്തിൻ്റെ ഷോട്ടുണ്ട്. നീ അതൊന്ന് അറേഞ്ച് ചെയ്യണം. നമുക്ക് അറേഞ്ച് ചെയ്യാലോ. ഞാൻ നെല്ലിയാമ്പതിയിലുള്ള എൻ്റെ ക്വാർട്ടേഴ്സിലുണ്ട്. എത്ര മണിക്ക് കാണും? ഞാനൊരു 2 മണി മുതൽ അവിടെ കാണും. 2 മണി മുതൽ 4 മണി വരെ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരു മീറ്റിംഗിലാണ്. അപ്പോൾ നമുക്ക് 4 മണിക്ക് നെല്ലിയാമ്പതി ഗസ്റ്റ് ഹൗസ് വെച്ച് കാണാം. ഓക്കെ സർ, ഒരു ബിസിനസ് പാർട്ട്ണറെ ഒഴിവാക്കിയാൽ അതിന്റെ ലാഭം മറ്റൊരു ബിസിനസ് പാർട്ട്ണറിനാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്നതാണല്ലോ പൊതുവായ സമീപനം. ഓക്കെ മിസ്റ്റർ പോൾ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ സർ. മിസ്റ്റർ പോൾ, 1 മിനിറ്റ്. എന്ത് സർ? നെൽസൺ നിങ്ങളെ ഫോൺ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ വീട്ടിൽ ഞാനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ വേലക്കാരനും ഉണ്ടായിരുന്നു. എന്താ വേലക്കാരൻ്റെ പേരില്ലേ? പേര് മത്തായി. അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തിട്ടു. ഓക്കെ സർ. ആരാണ്? ഹായ് സാർ, ഐ എം ഇൻസ്പെക്ടർ സദാശിവം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഫ്രം കേരള പോലീസ്. ഓക്കെ. മീറ്റ് മൈ അസിസ്റ്റന്റ് മിസ്റ്റർ കൃഷ്ണമൂർത്തി. ഓക്കെ, പ്ലീസ് കം ഹിയർ. സാറന്മാരെ വന്നതിൻ്റെ ഉദ്ദേശം? അതിലേക്കൊക്കെ നമുക്ക് വരാം സാർ.
അതിലേക്ക് വരാം. ഈ വീട് കൊള്ളാമല്ലോ. എത്ര വർഷമായി വീട് പണിഞ്ഞിട്ട്? ഇതൊരു 2-3 വർഷമായി വന്നിട്ട്. ഈ തടിയൊക്കെ കൂപ്പിന്ന് എടുത്തായിരിക്കും അല്ലേ? ആ, കുറച്ചൊക്കെ. ഓക്കെ. ഒരാഴ്ചയ്ക്ക് മുമ്പ് വൺ മിസ്റ്റർ നെൽസൺ കൊല ചെയ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയാം? ആ, അറിയാം. നിങ്ങൾ ഒരേ ബിസിനസ്സല്ലേ ചെയ്യുന്നത്? ആ, ഞങ്ങൾ ബിസിനസ് ഫ്രണ്ട്സ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഏയ്, എനിക്കങ്ങനെ ആരും സംശയമില്ല. അയാൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഓക്കെ. കഴിഞ്ഞ 2 വർഷമായി കൂപ്പിലെ ലേലം പിടിച്ചിരിക്കുന്നത് മിസ്റ്റർ നെൽസൺ ആണ്. ലേലത്തിന് 3 മണിക്കൂർ മുമ്പ്, ഈ പ്രാവശ്യത്തെ ലേലത്തിന് 3 മണിക്കൂർ മുമ്പ് നെൽസൺ കൊല്ലപ്പെടുകയും ചെയ്തു. ആ ലേലം താങ്കൾക്ക് വരികയും ചെയ്തു. അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ മിസ്റ്റർ സാർ? എന്ത് ദുരൂഹത? ഇത് ബിസിനസ് അല്ലേ? ബിസിനസ് ആകുമ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും. അതുപോലെ ഇത്തവണ ഞാൻ പിടിച്ചു. അതിലെന്ത് ദുരൂഹത? കൊള്ളാം. മിസ്റ്റർ മൂർത്തി, എന്നാ നമുക്കിറങ്ങാം? ഓക്കെ സർ. ഓക്കെ. ഓക്കെ. അല്ല, ഇതിന്റെ സ്റ്റോൺ എവിടെ പോയി മിസ്റ്റർ സാർ? ഓ, ഇതിന്റെ സ്റ്റോൺ പോയത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എവിടെ പോയെന്നറിയില്ല. ആ സ്റ്റോൺ ഇതല്ലേ മിസ്റ്റർ സാർ? ഇതാണെന്ന് തോന്നുന്നു. ആണെന്നല്ല, ഇത് തന്നെയാണ് ആ സ്റ്റോൺ. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നെൽസൺ മരിച്ച സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ സ്റ്റോൺ ആണിത്. ഈ സ്റ്റോൺ എന്റെ തന്നെയാണെന്നുള്ളതിന് തെളിവെന്താണ്? There are 2 more evidences against you. വാട്ട് എവിഡൻസ്? മൂർത്തി, യെസ് സർ. bring them. ഓക്കെ സർ. ഞങ്ങൾക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു സാർ. ഇവരിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ട്? ഇവരാരും തന്നെ എനിക്കറിയില്ല. നെൽസൺ കൊല ചെയ്യപ്പെട്ടത് 2:30. നെൽസൺ പോളിനെ വിളിച്ചത് 1:30. കൃത്യം 1:35 ആയപ്പോൾ പോളിന്റെ വേലക്കാരൻ മത്തായിയുടെ ഫോണിൽ നിന്നും ഒരു ഫോൺ കോൾ പോയിട്ടുണ്ട്. അതാർക്കാണ്? അത് ഞാൻ പറയണോ അതോ മിസ്റ്റർ സാം പറയണോ അതോ മിസ്റ്റർ മത്തായി പറയണോ? മത്തായി പറയടാ. മണിക്ക് 4 മണിക്കും ഇടയിൽ അവർ നെല്ലിയാമ്പതി ഗസ്റ്റ് ഹൗസ് വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മത്തായി, നീ വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് എനിക്ക് പറഞ്ഞു തന്നത്. ശരി ചായ. ഓക്കെ ഓക്കെ. Your game is over. Now you can tell the truth. How did you commit the murder of Mr. Nelson? For what purpose? Tell me the answer. അതെ, ഞാൻ തന്നെയാണ് കൊന്നത്. അവനെ എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ തന്നെയാണ് കൊന്നത്. Cool down, Mr. Sam. Cool down, cool down. അന്ന് ഞാൻ നെൽസന്റെ വീട്ടിൽ പോയ ദിവസം. ആഹാ, ഇതാര്? സാമച്ചായനോ? അതേടെ മോനെ നെൽസ, സാമച്ചയൻ തന്നെ. എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? കഴിഞ്ഞ 2 തവണത്തെ കൂപ്പിലെല്ലോ നീ തന്നെ പിടിച്ചു. ഇത്തവണ എനിക്ക് വിട്ടു തന്നേ പറ്റൂ. നടക്കത്തില്ല ചായ, നടക്കത്തില്ല. തേമ്പറണിയിൽ കഴിയിട്ടവർ ഉപ്പുപറണി കൈയിടുവോ? മോൻ ചെല്ല്, വന്ന കാലം നിൽക്കാതെ. അപ്പോ നീ പറഞ്ഞ ഇല്ല, കേൾക്കൂലല്ലോ. ചെല്ല് പോ. വന്നിരിക്ക അവന്റെ ലേലം. പോവാൻ പറ. നീ പിന്നെ വന്നു അല്ലടാ? നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടടാ ലേലം പിടിക്കാൻ. നീ എന്നെ കൊല്ലാൻ വന്നേക്കോ അല്ലേ? അതിനൊരു ജന്മം കൂടെ ജനിക്കണം. There is no justifications for your crime, Mr. Sam. നിയമത്തിന്റെ വഴിക്ക് പോവുക തന്നെ ചെയ്യും. മൂർത്തി, സർ.
ടേക്ക് ഹിം അണ്ടർ കസ്റ്റഡി. യെസ് സർ.